നമസ്കാരം. ശ്രീമംഗലം വയോജന സഭാ കേന്ദ്രത്തിൽ നിത്യപാരായണമായിട്ട് ശ്രീകൃഷ്ണഗാഥ പാരായണം ചെയ്യുന്നുണ്ട്. ഇന്ന് കൃഷ്ണഗാഥയിൽ ശീരിണി സൽക്കഥയാണ്. ഇവിടെ 2 ദിവസമായിട്ട് ഓണാഘോഷം കൊണ്ടാടുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ഓണാഘോഷമാണ്. അതിൻ്റെ പ്രസംഗം നടക്കുന്നതിനിടയിൽ ഇവിടെ ഭഗവാന്റെ മുന്നിൽ കൃഷ്ണഗാഥ പാരായണം ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണഗാഥ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ശീരിണി സൽക്കഥയാണ്. എന്നൂടെ ചൊല്ലിനെ കേൾക്കുന്നീ നിങ്ങളും ഇങ്ങനെ ചിന്തിച്ചു വന്നിപ്പോൾ ബന്ധുക്കളായോരും ബന്ധിച്ചു നിന്നോരും അന്തത്തെ പ്രാപിച്ചു തല്ലോ എന്നാൽ പൊങ്ങിന കോപവും ഇങ്ങനെ നിങ്ങളിൽ നിന്നു പീണങ്ങ വേണ്ട. ൂക്കിനെ പാർക്കുമ്പോൾ ൂക്കനായി നിന്നിട്ടു രൂക്ഷനായുള്ളതു ഭീമനത്രേ. ശിക്ഷ കൊണ്ടുള്ളതു ചിന്തിച്ചു കാണുമ്പോൾ അക്ഷതനായി വരും നീയുമെന്നാൽ നിഷ്ഫലമായൊരു യുദ്ധമെന്നിങ്ങനെ നിശ്ചയമുണ്ടേ നീക്കുള്ളിലെന്നാൽ നീട്ടു നേരത്തിനങ്ങുക എന്നീ വേണ്ടി. സിരിതാനിങ്ങിനെ ചൊന്നതു കേട്ടുള്ള വീരന്മാരെ ദിന വൈരത്താലെ പിന്നെയും പാരം പിണങ്ങി നിന്നിടിനാരെന്നതു കണ്ടൊരു സിരിയപ്പോൾ ഇങ്ങനെ കർമ്മമിവർക്കെന്നു ചിന്തിച്ചു പൊങ്ങിന ഖേദത്തെ പോക്കി പിന്നെ പാണ്ഡവന്മാരോടു യാത്രയും ചൊന്നുടൻ പാരാതെ പോയി തൻ ദ്വാരകയിൽ ഇഷ്ടരുമായിട്ടു തുഷ്ടനായി മേവിനാൻ ഒട്ടു നാളങ്ങിനെ നിന്നു. പിന്നെ ധന്യമായുള്ളൊരു നൈമിഷ ക്ഷേത്രത്തിൽ പിന്നെയും പോയവൻ ചെന്ന നേരം യജ്ഞങ്ങൾ കൊണ്ടു യജിപ്പിച്ചു മേവിനാർ അജ്ഞത വേറിട്ട മാമുനിമാർ. മംഗള സ്നാനവും ആചരിച്ചങ്ങിനെ മങ്ങാതെ വന്നുടൻ ദ്വാരകയിൽ കാർമുകിൽ വർണ്ണനും താനുമയമ്പോടു തൂമയിൽ മേവിനാൻ കാമപാലൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. കുചേലഗതിയാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യുന്നത്. കാർവർണ്ണനേറ്റവും കാരുണ്യം പൂരിച്ചുൾ ആരണനുണ്ടായി പാരീടത്തിൽ ശൈശവമിശുന്ന കാലത്തു പണ്ടുപോൽ ദേശികൻ ചാരത്തു മേവുമെന്നാൾ തങ്ങളിലൊന്നിച്ചു വിദ്യകൾ കേൾക്കയാൽ ചങ്ങാതിയായുള്ളു പണ്ടു പണ്ടേ. നിത്യങ്ങളായുള്ള കർമ്മങ്ങളെല്ലാമേ കൃത്യമായി ചെയ്തു തെളിഞ്ഞു നിൽപ്പോൻ ശാന്തയായുള്ളൊരു കാന്തയും താനുമായി താന്തനായി നീളെ നടന്നു മേന്മേൽ പാലിച്ചു നിന്നൊരു ദാരിദ്ര്യം പൂണ്ടിട്ടു യാചിച്ചു പോരുവും പാരിലെങ്ങും കുൽസിതമായൊരു ചേലയും പൂണ്ടെങ്ങു നിൽക്കയാൽ എന്നതേ പേരുമായി ശാശ്വതനായുള്ളൊരീശ്വരൻ തന്നെയും ആശ്രയിച്ചങ്ങവൻ നിന്ന കാലം ശുത്തുകൊണ്ടേറ്റവും ദീനമായുള്ളൊരു ചിത്തവും പൂണ്ടു നിന്നൊരു നാൾ ആര്യയായുള്ളൊരു ഭാര്യ താൻ ചെന്നു നിന്നാര്യനായുള്ളവനോടു ചൊന്നാൾ ഓദനം കാണാതെ ഒട്ടുനാളുണ്ടല്ലോ വേദന മാറാതെ മേവുന്നു നാം
ഓദനം തന്നോനെ കണ്ടതുമല്ലെങ്ങും വേദന ചിന്തിക്കിൽ മേലിലത്രേ. ആവതുമില്ലേതും പാതിയായി മേനിയും നാവും മയങ്ങുന്നു നാളിൽ നാളിൽ. യാചിപ്പാൻ പാവനോ ചേലയും ചെമ്മല്ല, ഗേഹത്തിൽ മേവുവാൻ മെയ്യുമുണ്ടേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ചെന്താലിൽ മാതോട് ചേരുന്ന കാർവർണ്ണൻ ബന്ധുവെന്നല്ലയോ ചൊല്ലിപ്പോരൂ. ദ്വാരകയാകിന പൂരിയിലും ചെന്നിന്നു പാരാതെ കണ്ടാകിൽ നന്നായിതും. ക്ഷുത്തുകൊണ്ടു ഉണ്ടാക്കുന്നത്തലെ എന്നിവൻ ചിത്തത്തിലാക്കുക എന്തു ചെയ്തം. ഏറ്റു നിന്നിടുകയിലാണ് ചൊല്ലാമല്ലോ, ഏറ്റില്ല എങ്കിൽ ചെന്നമ്പെടുക്കാം. നമ്മുടെ വാഞ്ചിതം നന്നായി നിന്നവൻ നൽകി നിന്നിടുവൻ പോരുമല്ലോ. കാരുണ്യമില്ല എന്നിരിക്കുന്നു കാരുണ്യവാരിധി എന്നു കേൾപ്പു. വാരുറ്റുമേവുമാ ദ്വാരക തന്നിലെ പാരാതെ ചെല്ലുക എന്നേ വേണ്ടു. ഭാര്യയായുള്ളൊരു ഭാര്യ താനിങ്ങനെ കാര്യമായുള്ളതു ചൊന്ന നേരം. സന്തുഷ്ടനായവൻ ചൊല്ലി നിന്നിടിനാൻ ചിന്തിച്ചു നിന്നു നുറുങ്ങു നേരം. എന്നുടെ മാനസം തന്നിലുമുണ്ടിതു മുന്നമേ കാണണമെന്നു തന്നെ. നിന്നുടെ സാഹസം തന്നാലേ എങ്കിലൻ പുണ്യങ്ങൾ പൂരിച്ചു കൊള്ളാമിപ്പോൾ. രണ്ടിടത്തല്ലല്ലോ രാഗികളാം ഞങ്ങൾ ഉണ്ടുമുറങ്ങിയും പണ്ടേ പോരൂ. ഇന്നിനി നമ്മെ മറന്നങ്ങു പോകിലും എന്നുടെ കണ്ണിനോ പുണ്യമുണ്ടാം. കാണുന്ന നേരത്തു കാഴ്ചയായി നൽകുന്ന വേണ്ടുന്നതൊന്നുമില്ലയല്ലി. പ്രാഭവം വേണ്ടുന്നു കൊണ്ടൊരു പ്രാകൃതൻ കാണുമ്പോൾ പ്രാകൃതം വേണമെന്നുണ്ടു ന്യായം. ഭാര്യ താനെന്നു കേട്ടതു നിന്നപ്പോൾ ആരണന്മാരുടെ ഗേഹം തോറും. നൽപിടി നെല്ലിനെ യാചിച്ചു കൊണ്ടെന്നു വായ്പോണ്ടു നിന്നു വറുത്തു. പിന്നെ കല്ലാലെ മെല്ലവേ താടിച്ച നെല്ലിനെ നല്ല വിലാക്കിനാൾ നല്ലവണ്ണം. ചീർത്തൊരു മോദത്താൽ ആസ്തപുണ്ടങ്ങതു പെയ്ത്തുണി തന്നിലെ ചേർത്തു. പിന്നെ സന്തുഷ്ടനായൊരു കാമുകൻ കയ്യിലെ ചന്ദ്രത്തിൽ നൽകിനാൾ ബന്ധിച്ചപ്പോൾ. ഭാര്യ നൽകുമാ പ്രാകൃതം തന്നെയും പാരാതെ വാങ്ങിനൊരാരണൻ താൻ. ദ്വാരക നോക്കി നടന്നു തുടങ്ങിനാൻ വാരിജലോചനൻ തന്നെ കാൺമാൻ. ചൊന്നാലതെല്ലാമേ ചിന്തിച്ചു നിന്നവൻ തണ്ണിലെ നണ്ണിനാൻ മെല്ലെ മെല്ലെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. വീണ്ടും ആരംഭിക്കാം ശബ്ദങ്ങളില്ലാത്തപ്പോൾ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ഓം തത്സത്.